ബസ്മതി റൈസ് വെച്ചിട്ട് എന്ത് റൈസ് ഉണ്ടാക്കിയാലും അത് ഒഫീഷ്യലി ടേസ്റ്റ് നോക്കാൻ ആദ്യം ഓടിയെത്തുന്നത് എൻ്റെ മോളായിരിക്കും കേട്ടോ. അവൾക്കാണ് ഭയങ്കര ഇഷ്ടം. അത് സ്കൂളിലോട്ട് കൊണ്ടുപോകാനാണേലും നമ്മുടെ സാധാ ചോറൊന്നും പുള്ളിക്കാരിക്ക് പോരാ. പുള്ളിക്കാരിക്ക് ഡെയിലി ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു റൈസ് ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേറൊരു കറിയുടെ ആവശ്യവും ഇല്ല. ആ ചോറ് മാത്രം കൂട്ടിയാണ് അവൾ മിക്ക ദിവസവും ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഞാൻ ഇന്നൊരു സോയ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാട്ടോ. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നല്ല നമ്മുടെ നെയ്യും ഇട്ടിട്ട് സവോള, ക്യാരറ്റ്, തക്കാളി ഇവയൊക്കെ ഇട്ടൊന്ന് വഴറ്റി ഒരു പരുവായിട്ട് എടുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചിട്ട് ഊറ്റി നല്ല പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ഗ്രേവി ആയിട്ട് എടുത്ത് ഒന്ന് വേവിക്കാൻ വെക്കുക. അതിലേക്ക് നമ്മുടെ വേവിച്ച ബസ്മതി റൈസ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എല്ലാ ചോറിലും ഈ ഗ്രേവിയും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഈ ചൂടത്ത് തന്നെ നമ്മളൊന്ന് ഇളക്കിയെടുത്ത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം സാലഡോ പപ്പടമോ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.